എല്ലാവരും കഴിച്ചു. 10-10:30 വരെ കാത്തു. ഓഫീസിൽ വിളിച്ചപ്പോ വൈകുന്നേരം വന്നില്ല എന്ന് വേണോട്ടം പറഞ്ഞു. ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാൻ നടക്കുകയായിരുന്നു. കണ്ടു, ഉറപ്പിച്ചു. ആർക്കാ വീട്? നമുക്ക്. പിന്നല്ലാതെ ആർക്ക്? എന്നും ഇവിടെ തന്നെ കൂടാന്നാണോ വിചാരിച്ചത്? എന്ന് അങ്ങനെ വേണോട്ടം പറഞ്ഞു. പറയണോ? അതിനാരുടെയെങ്കിലും പെർമിഷൻ വാങ്ങണോ? എനിക്ക് എന്റേതെന്ന് പറയാനൊരു സ്ഥലം വേണം. തീരുമാനിച്ചു. അപ്പോ വേണോട്ടൻ ഇവിടെ ഒറ്റയ്ക്ക്? നീ ശുശ്രൂഷിക്കാൻ വരുന്നതിനും ഒറ്റയ്ക്കായിരുന്നില്ലേ? അയ്യോ പതുക്കെ. അപ്പുറത്തെ മുറിയിൽ അപ്പുണ്ണേട്ടനും മാലേച്ചും കിടന്നിട്ടില്ല. അളിയച്ചാരും വന്ന്. ഇനി ആരുണ്ട് നാട്ടിൽ നിന്ന് വരുന്നു വരാൻ ബാക്കി? ഓ, മുത്തശ്ശനുണ്ട്. മുത്തശ്ശനെ എഴുത്തച്ഛനെ കൂടെ കെട്ടിയെടുക്കാറുന്നില്ലേ? വേണോട്ടം മുഖേന എന്തോ ഒരു കോൺട്രാക്ടിന്റെ കാര്യം ശരിയാക്കാൻ വന്നതാ അപ്പുണ്ണേട്ടൻ. നക്കാപ്പിച്ച കൊഴിഞ്ഞു വീഴുന്നത് നോക്കി എല്ലാവരും തൊഴുതു നിൽക്കുകയല്ലേ? ഈശ്വരനെ പോലെ ആശ്രിത വത്സലനായി ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയം, പ്രജകളായി നിങ്ങളുടെ അഭിനയം കാണുമ്പോ അറയ്ക്കും. അയ്യോ പതുക്കെ. വേണോട്ടം ഉറങ്ങിയിട്ടുണ്ടാവില്ല. എന്തൊക്കെ ഈ പറയണേ? കേട്ടാലെന്താ തല പോവോ? നോക്കൂ, എടുത്തു ചാടി ഒന്നും നിശ്ചയിക്കണ്ട. വീടെടുക്കണ കാര്യമൊക്കെ വേണോട്ടനുമായിട്ട് ആലോചിച്ചിട്ട് മതി. വേണോട്ടം പറയണ പോലെ ചെയ്യാം. ഇനി എനിക്ക് ഒരു ഭയമേ ഉള്ളൂ. അയ്യോ, വേണുവേട്ടൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ആ മുറിയിൽ കൂടെ കിടന്നോട്ടെ എന്ന് നീ ചോദിക്കുന്നത് എന്നാണെന്ന് കാത്തിരിക്കുകയാണ് ഈ ഉള്ളവൻ. പറഞ്ഞാലുണ്ടല്ലോ.